ഇനിയും നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നോക്കുകയാണെങ്കിലോ, യുദ്ധഭൂമിയിൽ കിടക്കുന്ന, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ ദർശിക്കുന്ന നാരായണന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണമൂർത്തിയുടെ ദിവ്യമായ 1000 ഭാവങ്ങളെയല്ലേ സഹസ്രനാമത്തിൽ പറയുന്നത്? ആ ഭാവത്തെ നമ്മിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം, ആ ഭഗവാന്റെ ദിവ്യമായ വർണ്ണന ഇവിടെ കിടന്നുകൊണ്ടാണ് ഭീഷ്മർ പറയുന്നത്. ശരശയ്യയിൽ കിടന്നുകൊണ്ട്, ശരശയ്യയിൽ കിടക്കുമ്പോൾ ഏതുതരം സുഖമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ കാഴ്ചപ്പാടിലൊന്ന് ചിന്തിച്ചേ. അത്തരത്തിലൊരു വേദനയും യാതനയും അനുഭവിക്കുന്നവൻ ഒരിക്കലും ഭഗവാനെ എങ്ങനെ ശാന്തമായ മനസ്സോട് സ്തുതിക്കുവാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സ്വമനസ്സിനെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തി ഈ സാഹചര്യം ഒരുക്കുന്ന അല്ലെങ്കിൽ ദൈനംദിന ജീവിതം പ്രദാനം ചെയ്യുന്ന പ്രവൃത്തികളാണ്, ആ പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ശരങ്ങളായി നമ്മിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങൾ ശരമുന കണക്കിയ നമ്മളെ വളയുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ, പരിപൂർണമായ രക്ഷ കരഗതമാക്കണമെങ്കിൽ സർവേശ്വരന്റെ കൃപാകടാക്ഷം അത്യന്താപേക്ഷിതമാണ്. ആ തലത്തെ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് വേദവ്യാസൻ ഭീഷ്മരിലൂടെ നമ്മൾക്കായി വിഷ്ണു സഹസ്രനാമത്തെയും തന്നത്. ധ്യാനത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് സാരം. ഈശ്വരിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ കടാക്ഷം നമ്മിലേക്ക് എത്തണമെങ്കിൽ മന്ത്രജപം അത്യന്താപേക്ഷിതമാണ്. ആ മന്ത്രജപം പൂർണ്ണമായ ഫലത്തെ തരണമെങ്കിൽ ആ മന്ത്രമൂർത്തിയുടെ മനോഹരവും ഭക്തി നിർഭരവുമായ തിരുമുഖ കമലവും തിരുദേഹവും നമ്മുടെ മനതാരിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃത്യതയോടും ശ്രദ്ധയോടും സമർപ്പണത്തോടും ആ മന്ത്രജപം പൂർത്തീകരിക്കുവാനും അവിടുത്തെ അനുഗ്രഹത്തെ കരഗതമാക്കുവാനും കഴിയുകയുള്ളൂ. ഈ ബോധം നമ്മുടെ ഋഷിപ്രവരന്മാർക്ക് ആവോളം ഉണ്ടായിരുന്നതിനാലാകാം നമ്മൾ വഴിപിഴച്ചു പോകരുത്, നമ്മൾ ദിശാബോധമില്ലാത്തവരായി പോകരുത്, നമ്മൾ അലസരാകരുത്, അശ്രദ്ധയിലേക്ക് വീഴാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് ഇവരെ നേരായ മാർഗത്തിലേക്ക് എത്തിക്കേണ്ട മാർഗം കൂടി പറഞ്ഞു കൊടുക്കാം എന്ന സച്ചിന്തയോടുകൂടി ആ ഋഷിപ്രവരന്മാർ നമ്മൾക്കായി തന്ന ഉത്തമകരമായ തലമാണ് ധ്യാനമന്ത്രം. അതുകൊണ്ട് ഏത് മന്ത്രം ജപിക്കുമ്പോഴും ധ്യാനമന്ത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ധ്യാനമന്ത്രം ജപിക്കുന്നതോടുകൂടി ആ മന്ത്രമൂർത്തിയുടെ സാന്നിധ്യത്താൽ അർച്ചകന്റെ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവന്റെ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവരുടെ മനോമുകുരവും ശരീരവും ധന്യമാകണം. അങ്ങനെയുള്ള തലത്തിലൂടെയാണ് നാമജപം ക്രമാനുഗതമായി പുരോഗമിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അമ്മ എത്തും, അല്ലെങ്കിൽ അമ്പാടിക്കണ്ണനെത്തും, അല്ലെങ്കിൽ വൈകുണ്ഠനാഥനെത്തും. അതുമല്ല എങ്കിൽ ലോകൈകനാഥനായ വിശ്വൈക ഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ പരമേശ്വരനാണെങ്കിലും എത്തുക തന്നെ ചെയ്യും. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ 4 പടികളെ അറിയൂ. അറിഞ്ഞതിനെ പ്രാവർത്തികമായ തലത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കൂ. തീർച്ചയായും ഫലം ഉറപ്പ് തന്നെയാണ്.